പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ജൂൺ 21 ശനിയാഴ്ച കർത്താവെ, എല്ലാ മക്കളെയും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. അമ്മയെ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുന്ന എല്ലാ മക്കൾക്കും, ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും, ഈ പ്രാർത്ഥന ആദ്യമായിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ ദേവമാതാവിനെ പ്രത്യേകം മാധ്യസ്ഥ ലഭിക്കട്ടെ. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വിഷമസന്ധികൾ ചിലപ്പോൾ ആരെങ്കിലുമായിട്ടുള്ള സമാധാന ചർച്ചയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം, പ്രത്യേക ദൗത്യം, പ്രത്യേക ഉദ്ദേശം, അത് നിങ്ങളുടെ ജീവിതത്തെ ഇന്നാണ് തീരുമാനിക്കുന്നത്, മുന്നോട്ട് പോകുമോ താഴോട്ട് പോകുമോ എന്നുള്ളത്. അങ്ങനെ നിർണായകമായ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഈ പ്രാർത്ഥനയിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കുന്നു. കാലവർഷത്തിന് ദയനീയത അനുഭവിക്കുന്നവരുണ്ട്. രോഗികളായി വീട്ടിൽ കിടന്നിട്ട് ആ വീട്ടിൽ പോലും തണുപ്പ് മാറാതെ വിശപ്പിനോടും രോഗത്തോടും പട്ടിണിയോടും മല്ലിടുന്നവരുണ്ട്. കുടുംബത്തിൽ നിരാലംബരായി പോയവരുണ്ട്. അവർക്കെല്ലാം കർത്താവെ സന്ധിപ്പിൻ്റെ ഒരു സമുദ്രം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. സന്മനസ്സുള്ളവരുടെ സന്ധിപ്പ് ലഭിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു.
പഠന കാര്യങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന മക്കളെ, ഉപരിവിദ്യാഭ്യാസത്തിന് വേണ്ടി, ഉപരിപഠനത്തിന് വേണ്ടിയുള്ള കോളേജുകൾ, സ്കൂളുകൾ, അതിൻ്റെ സീറ്റുകൾ ഇപ്പോഴും കിട്ടാത്ത മക്കളെ, പ്രത്യേകിച്ച് മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഒത്തിരി ക്ലേശം അനുഭവിക്കുകയും വഴക്കും അതേസമയം തന്നെ അവർക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കുറ്റം പറച്ചിലും എല്ലാം കൂടെ മനസ്സിടിഞ്ഞു പോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് വിചാരിച്ചാൽ അവരെല്ലാം സെറ്റ് ചെയ്യാൻ കഴിയും. അവിടെ ജീവിതം അടഞ്ഞു പോകാതിരിക്കാനും അതുപോലെ തന്നെ തങ്ങൾക്ക് യോഗ്യമല്ലാത്ത മറ്റുള്ളവരുടെ ഉയർച്ചയും അവരുടെ ജീവിതരീതിയും കണ്ട് അതുപോലെ ആകാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഓരോരുത്തരും എത്തിപ്പെടാത്ത സംഘർഷത്തിൽ ചെന്ന് അവസാനിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അവർക്ക് നല്ല ബോധം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പറ്റുന്ന രീതിയിൽ ചിന്തിക്കുവാനും അവരുടെ കയ്യിൽ അവർക്ക് ഭാവിയിൽ പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ, ബാധ്യത ഉണ്ടാകാത്ത രീതിയിൽ ജീവിതം ക്രമീകരിക്കുവാൻ അവർക്ക് സുബോധങ്ങൾ ഉണ്ടാകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ മക്കൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് എടുത്തപ്പൊങ്ങാത്ത ജീവിത ഭാരവുമായി ഭ്രാന്തി പിടിച്ച് നടക്കുന്നുണ്ട്. ഈശോയെ, അവരെല്ലാം ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കുന്നു. പക്ഷേ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നൽകണമേ. അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ലഭ്യമാകാനല്ല പറ്റാത്ത ആത്മീയ സാഹചര്യമാണെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ, ഈ പ്രാർത്ഥനയുടെ ജാമ്യത്തിൽ അവരങ്ങ് സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവരെ, കർത്താവ് ഓഫീസുകളിലൊക്കെ എല്ലാം പല സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നവരെ അവർക്കെല്ലാം സമാധാനം കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. വീട്ടിലും സമാധാനമില്ല, ഓഫീസിൽ സമാധാനമില്ല, ജോലി ചെയ്യുന്ന ഇടത്ത് സമാധാനം ഇല്ലാതെ സ്വന്തം ആരോഗ്യം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒത്തിരിയേറെ മക്കളുടെ കർത്താവ് അവരെല്ലാം സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. കടൽ കയറ്റം കൊണ്ട് വലയുന്നവരെ, അതിനെതിരെയുള്ള സാമൂഹിക പ്രതിബദ്ധതയുടെ പോരാട്ടങ്ങൾ എല്ലാം ഉത്തരവാദിത്തമുള്ളവരുടെ കണ്ണുകൾ തുറപ്പിച്ചുകൊണ്ട് കർത്താവ് മനുഷ്യന് സ്വസ്ഥവും സമാധാനവും സുരക്ഷിതമായ ജീവിതം ക്രമീകരിക്കാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ ഓപ്പറേഷന് വ്യത്യസ്തങ്ങളായ ടെസ്റ്റുകൾക്ക്, ഓപ്പറേഷന്, ട്രീറ്റ്മെൻറ്റിന് എല്ലാം ഡേറ്റ് നിശ്ചയിച്ചതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ഭയമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ഡേറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഉണ്ടാകുമോ ഇല്ലയോ, എൻ്റെ അവസ്ഥ എന്തായിരിക്കുമോ, അടുത്ത മാസം ഞാൻ എങ്ങനെ ഇരിക്കുമോ, ഇങ്ങനെയൊക്കെ വല്ലാണ്ട് ചിന്തിച്ച് കടകയറുന്നവരെയും വിഷമിക്കുന്നവരെയും ആന്തരികമായ അഭിഷേകം നൽകി അവരെ ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. ജീവിതമാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്നവരെ, ചെറിയ മാർഗങ്ങളിലൂടെയാണ് ജീവിച്ചു പോണത്, അവർക്ക് വല്ലാത്ത ചിലവുകൾ വരുന്ന എല്ലാവിധ വിഷയങ്ങളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. അവർ സമാധാനത്തിലുള്ള ചിലവ് കൊണ്ട്, വരവ് കൊണ്ട് ഉള്ളതുപോലെ ജീവിച്ച് സമാധാനത്തിൽ പോകുന്നതിന് വേണ്ടി അവരെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. അവരെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം അവരില്ലാത്തതൊക്കെ എല്ലാം വിട്ടും ചുട്ടും, അതുപോലെ തന്നെ ഓൺലൈനിൽ ബിസിനസ് നടത്തിയും പരാജയപ്പെട്ടും അധ്വാനിച്ച പണം മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടും ഇങ്ങനെ വല്ലാത്ത രീതിയിൽ പീഡിതരായിട്ടുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ മാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥത ലഭിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക വളർച്ചയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആധ്യാത്മിക വളർച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നവരില്ലേ, അപ്പോൾ ചിലർ പറയും നിങ്ങൾ ചോറ് തിന്നുമ്പോൾ പറയും അതിനകത്ത് എന്നാ ഇരിക്കണത്, കാർബോഹൈഡ്രേറ്റ് അല്ലേ, ഇതെല്ലാം വലിച്ചു കയറ്റിയിട്ട് എന്ത് കാണിക്കാനാണെന്ന് ചോദിക്കും. അത് കറക്റ്റായിരിക്കും. ഇപ്പോൾ പിള്ളേരൊക്കെ ഇല്ലേ, പുതിയ തലമുറക്കാരൊക്കെ ന്യൂട്രീഷൻ വാല്യൂ നോക്കിയിട്ട് കലോറിയൊക്കെ നോക്കിയിട്ടല്ലേ കഴിക്കണത്. അവർക്ക് ആവശ്യമായ കലോറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കത്തില്ല. വയറൊക്കെ നോക്കി ചാടാതിരിക്കാൻ നോക്കി അല്ലേ, അങ്ങനെയൊക്കെയല്ലേ. ഇതുപോലെ തന്നെ ഈ വചനത്തിനും അങ്ങനെ ഒരു വിഷയമുണ്ട്. ആത്മാവിന് വലിയ കലോറി കിട്ടാത്ത വചനങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും ഇതിനകത്ത് വളരെ മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു ബിസിനസ് മൈൻഡോടുകൂടി വേണം വചനത്തെ നമ്മൾ സമീപിക്കാമെന്ന് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന ബിസിനസ് അല്ല കേട്ടോ, അതായത് കൂടുതൽ ഏണിങ്ങുള്ള, കൂടുതൽ വരുമാനങ്ങളുള്ള വചനങ്ങളെ, കൂടുതൽ കൃപ ആർജിക്കുന്ന, നിങ്ങൾക്കറിയാമല്ലോ എല്ലാ വചനവും ഒരുപോലെ അല്ലെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ കേൾക്കുമ്പോഴേ അച്ഛൻ എന്നാ പറയണതെന്നൊക്കെ എനിക്ക് തോന്നി. അല്ല, ചെറിയ വചനങ്ങളുണ്ട്, വലിയ വചനങ്ങളുണ്ട് ഇല്ലേ, ചെറിയ വചനങ്ങളില്ലേ, വലിയ വചനം. അപ്പോൾ ചെറിയ വചനങ്ങൾ നമ്മൾ പാലിച്ച് ജീവിക്കുമ്പോൾ ചെറിയ കലോറിയാണ് ആത്മാവിന് കിട്ടുക, ചെറിയ കൃപയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് അല്ലേ. വലിയ വചനങ്ങളാണ് പാലിക്കണമെങ്കിൽ അപ്പം നിങ്ങൾ ചോദിക്കുക ഏതാണ് ചെറിയ വചനം, ഏതാണ് വലിയ വചനം, വചനമെല്ലാം ഒരുപോലെ അല്ലേ എന്ന് ചോദിക്കുക. അങ്ങനെയല്ല, ഈശോ പറഞ്ഞതാണ്. ഇതാണ് മത്തായി 5:19. ഈ പ്രമാണങ്ങളിൽ, ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന്,
ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായത് ഒന്ന്, ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പൊ നോക്കിയേ, ഈ റിസൾട്ട് സ്വർഗരാജ്യത്തിലെ വലിയവൻ എന്ന് പറയുന്നത് കൃപയുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അത് അപ്പോൾ നമ്മൾ ചെറിയ വചനങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ജീവിക്കണമെങ്കിൽ ദൈവരാജ്യത്തിൽ നമ്മൾ നിത്യതയിലും ഈ ലോകത്തിലെ കാര്യങ്ങൾ ചെയ്തപ്പോൾ നിത്യതയിൽ ഇപ്പോൾ രണ്ടും കൊടുത്ത് നമുക്ക് റിട്ടേൺസ് കുറവായിരിക്കും. അപ്പോൾ ബുദ്ധിയുള്ളവർ ബിസിനസ്സായിട്ട് എങ്ങനെയാണ് കാണുന്നത്? വലിയ വചനങ്ങൾ നോക്കിക്കണ്ട് കലോറി കൂടുതൽ കിട്ടുന്നത്, അതുപോലെ തന്നെ ന്യൂട്രീഷൻസ് കൂടുതലുള്ള ആത്മാവിന് നല്ല പോഷണങ്ങളുള്ള വചനങ്ങൾ നോക്കി ആണ് പാലിക്കേണ്ടത്. ഇപ്പം ഈശോ പറഞ്ഞു കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞില്ലേ? കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെന്താ? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നിൻ്റെ മടിയിലോട്ട് ചുരിയും. അപ്പോൾ നോക്കിയാൽ തരണതിനൊരു പരിധിയില്ല. അപ്പോൾ എന്താണ്? കൊടുക്കണതിനും പരിധി ഉണ്ടാവരുതെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സമ്പത്ത് കൊടുക്കാം, അത് ഈസിയാണ്. സമയം കൊടുക്കാം, അത് ഈസിയാണ്. പ്രസൻസ് കൊടുക്കാം, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. മനസ്സിലായില്ലേ? വലിയ വചനമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് സമയം കൊടുക്കാം, ദാറ്റ്സ് വെരി ഈസി. ഉള്ളവന് കൊടുത്താൽ എന്താ കുഴപ്പമാവും? പിന്നെന്താണ്? സമ്പത്ത് കൊടുക്കാം, പിന്നെ സമയം കൊടുക്കാം, പിന്നെ കൊടുക്കാം സമയം കൊടുക്കാം, കുറേ സമയമൊക്കെ ചിലവർക്ക്. പക്ഷേ സാന്നിധ്യം കൊടുക്കാം. അയ്യോ, അതാണ് പ്രശ്നം. 10 സാന്നിധ്യം, രോഗികൾക്ക് സാന്നിധ്യം കൊടുക്കണത്. സാന്നിധ്യത്തിൻ്റെ ഇതിൽ നിസ്സഹായമായി നിൽക്കുന്നവർക്ക് സാന്നിധ്യം കൊടുക്കണവർ. അപ്പോൾ അതൊക്കെ വരുമ്പോഴാണ് അമർത്തി, പിന്നെന്താണ്? കുരുക്കി. അപ്പോൾ അളവ് കൊടുക്കണേ, നിറച്ച് അളന്ന് എൻ്റെ മടിയിലോട്ട് ചുരിയുക. അപ്പോൾ കർത്താവ് തരുമ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? വലിയ വചനങ്ങൾ പാലിക്കുന്നത്. ചെറിയ വചനം ഇപ്പം 5:19 ചെറിയ വചനമുണ്ട്, വലിയ വചനമുണ്ടെന്ന് പറഞ്ഞ്. ചെറിയ വചനം എന്ന് പറയുന്നത് കുറച്ച് ഇൻകം മാത്രം കിട്ടുന്ന, മാർജിൻ മാത്രമുള്ള വരുമാനമുള്ള വചനങ്ങൾ. വലിയ വചനങ്ങൾ എന്ന് പറയുന്നത് പല വചനങ്ങൾ ഒരേ അർത്ഥത്തിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ് വലിയ വചനം. അതിൻ്റെ തന്നെ ഒരു അവാന്തര വിഭാഗമായിട്ടാണ് ഞാനിപ്പോൾ പറയണത്. എന്താ പറയണത്? വലിയ വചനങ്ങളെന്ന് പറയണത് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിലാണെന്ന്. എന്താണ്? ചെറിയ വചനമുണ്ട്, 5:19 ചെറിയ വചനങ്ങളുണ്ട്, വലിയ വചനമുണ്ട്. പക്ഷേ വലിയ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ്. ചില വചനങ്ങൾ പാലിക്കുന്നതിന് നമുക്ക് സമ്പത്ത് കൊടുത്താൽ മതി, ദാറ്റ് ഈസ് ഈസി. കുറച്ചുകൂടി ഗൗരവമുള്ള വചനങ്ങൾ പാലിക്കണമെങ്കിൽ നമ്മൾ പിന്നെന്ത് കൊടുക്കണം? നമ്മുടെ സമയം കൊടുക്കണം. പിന്നെ എന്താണ്? കുറച്ചുകൂടി അതിനേക്കാൾ ഗൗരവമുള്ള വചനങ്ങൾ പാലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ സാന്നിധ്യം കൊടുക്കണം. അപ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തമായ കലോറികളിലാണ് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത്, ദൈവം കിട്ടുന്നത്. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ നെഞ്ചത്ത് വെച്ചൊന്ന് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങൾക്കെല്ലാവർക്കും അഭിഷേക വിധി പ്രകാരമുള്ള പ്രത്യാശയുടെ അഭിഷേകം ലഭിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തില് അങ്ങയുടെ തിരുസന്നിധിയിൽ വെച്ചിട്ടുള്ള വിഷയങ്ങള് അങ്ങയുടെ കാലത്ത് നടക്കുന്നതുവരെ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ദൈവസ്നേഹം സ്നിഗ്ധ
സ്നിഗ്ധമായ പ്രത്യാശയാൽ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, പരിശുദ്ധാത്മാവേ പാവനാത്മാവേ നിന്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടിയെ ഇങ്ങനെ ഒക്കുമെങ്കിലും ഒക്കട്ടെ, നമുക്ക് ചെയ്തു നോക്കാം. നിങ്ങൾ അങ്ങനെ ഒരു അംബിഗസ് ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഒരു സാങ്കല്പികമായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഉടമ്പടി എടുത്ത് പണി മേടിക്കുന്നത്. കാര്യം എന്താണ്? നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും? അവർ ഉടമ്പടിയെക്കുറിച്ച് നല്ലവണ്ണം പഠിക്കും. ആദ്യം സാക്ഷ്യങ്ങളെല്ലാം കേട്ട് മനസ്സിൽ ഉറപ്പാക്കും. എന്നിട്ടെന്താ? ഒറ്റ ചെയ്താണ്. അവർ ഒറ്റ ചെയ്താണ്. ഉടമ്പടിക്ക് മുമ്പ് തന്നെ അവരിവിടെ വരുന്ന മുമ്പ് തന്നെ അവർ പോയി കുമ്പസാരിക്കും. അവർ ഇന്നലെ കേട്ട സാക്ഷ്യം എന്താണ്? ഞാൻ ഉടമ്പടിക്ക് മുമ്പ് തന്നെ 1 മാസമേ ഉടമ്പടിക്ക് എന്നെ ഒരുക്കിയെന്ന്. എനിക്ക് അതാണ് സംഭവം. ഞാൻ ഉടമ്പടി ചെയ്യുന്നതിന് 1 മാസം മുമ്പ് തന്നെ ഞാൻ ഉടമ്പടിയിലാണെന്ന രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിരിക്കുക. എന്താണ്? സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലാഗിങ് വരത്തില്ല. പക്ഷേ ലാഗിങ് വന്നാലും വന്നില്ലേലും ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആന്തരിക അഭിഷേകമുള്ള കാരണം അവർക്ക് ടൈം പ്രശ്നമല്ലാതെ വരും. ഒരു കംപ്ലൈൻറ്റും ചെയ്യത്തില്ല. എന്താ കാര്യം? അതിന് ടൈം ആകുമ്പോൾ കർത്താവ് കൃത്യമായിട്ടത് ചെയ്യും. ഇപ്പം എന്താ വിഷയം എന്ന് പറയണത്? ഈ എല്ലാ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ പറഞ്ഞ ഈ പ്രൊഫസർ ടോയ് തോമസിൻ്റെ വിഷയം തന്നെ എടുക്കുക. അവർ ആ ചേട്ടായി എന്താ ചെയ്യണത്? അവർ കോളേജ് പ്രൊഫസറാണ്, പക്ഷേ ഇവരും അതുപോലെ തന്നെ ടീച്ചറാണ്. പക്ഷെ അവരെന്ത് ചെയ്യും? അവർ ഈ സിറ്റുവേഷനിലും മറ്റുള്ളവർക്ക് ഈ പത്രങ്ങൾ കൊണ്ടുപോയി എല്ലായിടത്തും പറഞ്ഞിട്ട് അവരുടെ അനുഭവങ്ങളും അവരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അവിടെ അനുഭവം എന്ന് പറഞ്ഞാൽ അവരുടെ രോഗത്തിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? റേഡിയേഷൻ പറ്റത്തില്ല, ഓപ്പറേഷൻ പറ്റത്തില്ല, കീമോ പറ്റത്തില്ല. പക്ഷേ എന്ത്? പാലിയേറ്റീവ് കീമോ, മരിക്കാനുള്ള കീമോ കൊടുത്തിരിക്കുക. ആ സംഭവം പക്ഷേ ഒരു കീമോ കഴിഞ്ഞ് 2 കീമോ 3ാമത്തെ കീമോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 99% ഇവർ സുഖപ്പെട്ടിരിക്കണം. അപ്പോൾ ഇവരുടെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഇവർ ആൾക്കാർക്ക് പത്രങ്ങൾ കൊടുക്കുന്നത്. എന്നുവെച്ചാൽ അത് കൊടുത്ത് ഒപ്പിച്ച് തീർക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് എന്താണ്? അത് തന്നെ ഒരു ജോലിയാണ്, പ്രേക്ഷിത പ്രവർത്തനമാണ് ഉടമ്പടി. കാര്യം കാര്യം ഇത് ആദ്യമേ തന്നെ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പിശാച് പല്ലും നഖവും കൊണ്ട് പത്രത്തെ എതിർത്തരുന്നു. ഇപ്പം ഞാൻ 3-4 പേര് ഇതിൻ്റെ ഒരു കീബോർഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഉണ്ട്, വ്യക്തമായ ഐഡിയ ഉണ്ട്. അപ്പോൾ എന്തെല്ലാം ലോകം മുഴുവനും തലകുത്തി മറിഞ്ഞാലും ഞങ്ങളുടെ തലകുത്തി മറിയത്തില്ല. എന്താ കാര്യം? ഇപ്പം ഞാൻ തന്നെ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ എപ്പോഴും സംസാരിക്കണം. എന്താ കാര്യം? ഈ വിഷയത്തിൻ്റെ ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഫസ്റ്റ് ഹാൻഡ് പ്രൈമറി വിറ്റ്നസ് ഞാനാണ്. മാതാവ് പ്രത്യക്ഷപ്പെടേണ്ട കണ്ടത് ഞാൻ മാത്രമേ അമ്മയെ കണ്ടുള്ളൂ, സത്യമായിട്ടും കണ്ടുള്ളൂ. പക്ഷേ ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ അമ്മയെ കാണുന്നുണ്ട്, അനുഭവത്തിലൂടെ നേരെയും. ഇപ്പോൾ തന്നെ പ്രൊഫസർ ജോയ് തോമസിൻ്റെ ഈ ക്യാൻസർ വന്നിരിക്കുന്ന ചേച്ചി ഒരു ദിവസം വചനം കേട്ടുകൊണ്ടിരിക്കുക പറയും, ഇന്ന് കഠോരമായ രോഗത്തിലിരിക്കുന്നവർ മാതാവിൻ്റെ സാന്നിധ്യം മഴവില്ല് പോലെ കാണുമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ കണ്ട്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഹൃദയ പരമാർത്ഥതയോടെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 145 സങ്കീർത്തനം 18 തിരുവചനം. സങ്കീർത്തനം 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കളങ്കമില്ലാതെ പരമാർത്ഥത വേണം. അല്ല വെക്കുവോ? അച്ഛൻ പറഞ്ഞ് ശരിയായിരിക്കുവോ? അത് മഴവില്ല് ചുമ്മാ കണ്ടതല്ലേ? ആകാശത്ത് കാണാം മഴവില്ലൊക്കെ, പിന്നെ അച്ഛൻ പറഞ്ഞാണ്, അച്ഛൻ പറഞ്ഞില്ല പറഞ്ഞില്ലെങ്കിലും മഴവില്ല അവിടെ ഉണ്ടാകത്തില്ലേ? ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഹൃദയ പരമാർത്ഥതയോടെ. കാര്യം എന്താണ്? കർത്താവ് എന്നോട് സംസാരിച്ചതാണെന്ന് അതൊക്കെ ദൈവവിധി പ്രകാരമുള്ള ദൈവഹിതപ്രകാരമുള്ള ദർശനങ്ങളുണ്ടാകും.
അപ്പോൾ ആ വ്യക്തിക്ക് അത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തിരിക്കും ദൈവം. ഇങ്ങനെയല്ല നമ്മൾ സ്വപ്നത്തിലൂടെ ഓരോ കാര്യങ്ങൾ വിവേചിക്കുന്നത്. ദൈവഹിതപ്രകാരമുള്ള ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന സ്വപ്നങ്ങളുണ്ട്, ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന ദർശനങ്ങളുണ്ട്. അതെന്താണ്? അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉൾപ്പെടെയാണ് അതിൻ്റെ ആ വ്യക്തിയെ അഡ്രസ്സ് ചെയ്യണത് വിത്ത് അഡ്രസ്സാണ് കൊടുക്കണത്. കാര്യം എന്താണ്? ഇത് എന്നെക്കുറിച്ച് പറഞ്ഞതാണെന്ന് ആന്തരികമായ ബോധ്യം എനിക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതപ്രകാരമുള്ള ദർശനങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ ദൈവം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരും. എന്താണ്? ഇത് നിങ്ങളെ തന്നെ ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളതാണെന്ന് പറയും. അത് പറയുന്ന സമയത്ത് ചിലർക്ക് കുളിരോടുന്ന പോലുള്ള ശാരീരികമായ ഫിസിക്കൽ ഫിനോമിന ഉണ്ടാകും. ദൈവാനുഭവത്തിന് ഒത്തിരിയേറെ രസകരമായ അനുഭവങ്ങളുണ്ട്. കാര്യം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരുടെ ഇരട്ട അഭിഷേകം എന്ന് പറയും. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരേ സമയം തന്നെ ആന്തരികമായ ഈ ബോഡിയിൽ തന്നെ ഫീലിംഗ് ചെയ്യും. ഒരു പ്രത്യേക നമ്മൾ ഒരു പൂരണിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ രീതിയിലുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. കേൾക്കുന്നവർക്കും ഉണ്ടാവും, പറയുന്നവർക്കും ഉണ്ടാവും. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കും സംഭവിക്കുന്ന കാര്യങ്ങൾക്കും നമുക്ക് പേഴ്സണൽ കൺകറൻസ് കിട്ടാൻ നമുക്ക് വ്യക്തിപരമായി ദൈവം നൽകുന്ന ശാരീരികമായ അനുഭവങ്ങൾ ഫിസിക്കൽ ഫിനോമെറ്റിസിസമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വിഷയം ദൈവികമായ കാര്യങ്ങളുടെ ശാരീരികമായ പ്രതിഭാസങ്ങൾ അത് ഇന്നത്തെ കാലത്ത് ഉടമ്പടിയുടെ അനുഭവങ്ങളിൽ കൂടിക്കൂടിയാണ് വരണത്. അപ്പോൾ അത് എല്ലാവർക്കും അതുകൊണ്ടാണ് സുഗന്ധാഭിഷേകം വരണത്, മഴവില്ല് വരണത്, അതുപോലെ തന്നെ മാതാവ് സ്വപ്നത്തിൽ വന്നു വിളിക്കണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനെ നമ്മുടെ അദ്ദേഹം പറയണത് ഇവിടെ ഇതിന് വാതിക്കലിരിക്കുന്ന മാതാവ് വന്ന് എന്നെ ഒരു സ്വർണത്തിൻ്റെ വടി കൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മ എൻ്റെ ജന്മത്തിൽ ഞാൻ 5:30 എഴുന്നേരം ചരിത്രമില്ല, എനിക്ക് 35 വയസ്സായി, 35 കൊല്ലത്തിനുള്ളിൽ ഇന്ന് വരെ ഞാൻ 8 മണിക്കൊക്കെയാണ് എഴുന്നേൽക്കണത്, ഞാനെങ്ങനെയാണ് 5:30 എഴുന്നേൽക്കണത്. അപ്പോഴെന്ത് ചെയ്ത് അമ്മ കറക്റ്റ് 5:29 ആയപ്പോൾ കൃപാസം വാദിക്കാൻ നിൽക്കുന്ന മാതാവ് വന്ന് എന്നെ തോണ്ടി വിളിച്ചു. ഞാൻ ഞെട്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ മണി 5:30. അതായത് ഈ കാലങ്ങളിൽ അഡ്രസ്സ് നേരിട്ട് നമുക്ക് അനുഭവം കിട്ടും, നേരിട്ട്. അതായത് ഒന്നാമത്തെ കൃപാസനത്തിൻ്റെ വിഷയം സഞ്ചാരി മാതാവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവരുടെ കാര്യം തന്നെ എടുക്കാം. ഇവർക്ക് ഈ ക്യാൻസർ 99% കുറഞ്ഞല്ല, പിന്നെ 1% ഉള്ളു. അപ്പോൾ ആ സന്തോഷ വാർത്ത എന്നെ അറിയിക്കാൻ വേണ്ടി അവരിവിടെ വന്നപ്പോൾ എന്നാ പറ്റിയത്? പ്രൊഫസർ ഇവിടെ വന്നപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞ്, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടതല്ലേ അച്ഛനെ, കണ്ടിട്ട് പോയപ്പോഴല്ലേ ഇത്രയും കുറഞ്ഞിരിക്കണത്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് 90 ദിവസം കഴിഞ്ഞ് കാണാൻ പറ്റത്തുള്ളൂ. കാര്യം ഒത്തിരി പേര് കാണാനുണ്ട്, ഒരു പ്രാവശ്യം പോലും കാണാത്തവരുണ്ടല്ലോ. അപ്പോൾ പ്രൊഫസറിന് അത് കാര്യം മനസ്സിലായപ്പോൾ പ്രൊഫസർ സങ്കടത്തോടെയാണെങ്കിൽ തിരിച്ചുപോയി. പിറ്റേ ദിവസമുണ്ട് ഞാൻ പ്രൊഫസറിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ നിൽക്കണം. അല്ല, എനിക്കറിയാൻ പാടില്ല, ഞാൻ ചേന്നമംഗലത്ത് പോയ ആളാണ്. ചേന്നമംഗലം എൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്. പഴയകാല ക്രിസ്ത്യൻ സെറ്റിൽമെൻറ്റാണ് ചേന്നമംഗലം എന്ന് പറയുന്നത്. 1800 കൊല്ലം പഴക്കമുള്ള സെറ്റിൽമെൻറ്റാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പഠിച്ച ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചേന്നമംഗലത്ത് യഹൂദ പള്ളി ചെന്ന് ആ പള്ളി ഒത്തിരി ഏടാകൂടങ്ങളിൽ പോയിട്ട് ആ പള്ളിയിലെത്തിയത്. പള്ളി അടച്ചിട്ടപ്പോൾ റോഡ് വക്കെ നിന്നിരിക്കുന്ന ഒരാളിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ കാറിലേക്ക് വിളിച്ചപ്പോൾ അയ്യോ ജോസഫത്തല്ലേ, എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഇന്നലെ അച്ഛനെ കാണാൻ വന്നെന്ന്. അപ്പോഴെന്ത്, അച്ഛാ ഞങ്ങൾ സാക്ഷ്യം പറയാനിരിക്കുകയാണ്, 1% കൂടിയേ എനിക്ക് ക്യാൻസർ ഉള്ളൂ, ബാക്കിയെല്ലാം അമ്മ ഏറ്റെടുത്ത് അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താണ്, ഇവിടുന്ന് മടക്കി വിട്ട ആളെ അമ്മ എന്നെ അവിടെ വീട്ടിൽ കൊണ്ട് ആശീർവദിച്ചു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചാരി മാതാവ് ഇതാണ് സംഭവം. ഇക്കാലങ്ങളിൽ ഉടമ്പടിയുടെ വിഷയം എന്ന് പറയുന്നത് ജീവനോടെ അത് ഞാൻ പറഞ്ഞ ഉടമ്പടി നിങ്ങൾ അതിൻ്റെ ഒഴുക്കത്തുനിന്ന് ഒഴുകിയാൽ മതി. മനസ്സിലായോ? ഉടമ്പടി തടസ്സമില്ലാതെ ഒന്ന് ഒഴുകിയാൽ മതി. അതിൻ്റെ ഫലം സ്വാഭാവികമായിട്ട് ഉണ്ടാകണം. നമുക്ക് റിസ്ക് ഇല്ല. എന്താ കാരണം, ഒരു കാര്യം നടന്നില്ലെങ്കിൽ ദൈവം അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നേരിട്ട് ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കും. അതാണ് ഉടമ്പടി. എന്താ കാര്യം, ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ വിഷയമായത് കാരണം നമ്മളെ അനുഗ്രഹിക്കുക, സാക്ഷികളാക്കി മാറ്റുക ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യം പോലെ തന്നെ ദൈവത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് സ്പീഡാകുന്നതിൻ്റെ കാര്യം. നിങ്ങൾക്ക് ചിലർക്ക് പറ്റുന്ന അബദ്ധം, നിങ്ങളിങ്ങനെ പൊട്ടം കാണാനെ പോലെ തപ്പിയും തടഞ്ഞുമൊക്കെ എന്തിനൊക്കെ ചെയ്യോ, ഇനി അതെവിടെ കൊടുക്കാനാണ്, രോഗികളെ കാണാനാണ്, ആരെ കാണാനാണ്, നമ്മുടെ താലൂക്കിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാ കൊള്ളാം, നല്ല പരിപാടിയെ പോയി. അവിടെ ഇന്ന് വരെ ഒരു ഗവൺമെൻറ് ആശുപത്രി പോയിട്ടില്ല, എല്ലാം പ്രൈവറ്റ് ആശുപത്രിയിലേ പോയിട്ടുള്ളൂ. അപ്പോൾ പാവത്തിനൊക്കെ ഉള്ള ഗവൺമെൻറ് ആശുപത്രി ആയിരിക്കുമല്ലോ ഉള്ളത്, അവരെല്ലാം പോയി കാണേണ്ടത്.
അപ്പോൾ അവരിപ്പോൾ കാണുമ്പോൾ ഇവർക്ക് അറിയത്തില്ല, ഇവരുടെ മനുഷ്യരുടെ സംസർഗം അതാണ്. നമ്മുടെ താലൂക്കിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാകുന്ന പോലും അവർക്ക് അറിയത്തില്ല, അത്രയും ബന്ധമുള്ളു. അങ്ങനെ മനുഷ്യനുമായിട്ട്, സാധാരണ മനുഷ്യനായിട്ട് ഒരു ബന്ധമില്ലാത്തവരെ ഇപ്പോഴെന്ത് ഉടമ്പടി എന്ത് ചെയ്യും? അവരെ തിരക്കിപ്പോകും. തിരക്കിപ്പോകണത് ഉടമ്പടിയുടെ ഒരു നിയോഗം നിറവേറ്റാനല്ല, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വളരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലായി? അത് ഓർത്തേക്കണം. ഉടമ്പടി അപ്പോൾ നിങ്ങൾ, ഞങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി, ഞങ്ങളത് കണ്ടു, രോഗികൾ കണ്ടു, കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു, അവർക്ക് ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾ എന്താ കാര്യം നിങ്ങൾ ചെയ്യണ കാര്യങ്ങളെല്ലാം ആരാ? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിലാണ് അത് ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രേക്ഷിത പ്രവൃത്തികളും അങ്ങയുള്ള സ്നേഹത്താൽ സുവിശേഷത്തിന്റെ സാക്ഷിയായി ചെയ്യുവാൻ ഇടയാക്കണമേ. അപ്പോഴേ ഇതിൻ്റെ വിഷയത്തിൽ നമ്മൾ ചെയ്യും തോറും നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. നമുക്കിത് ചെയ്യുമ്പോൾ ഈ പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ ചെയ്തത്, അത് ഉടമ്പടിയുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി, നമ്മുടെ കാര്യം നേടാൻ വേണ്ടി ഉള്ള ഉദ്ദേശത്തിലാണ് ചെയ്തതെന്ന് അറിയാൻ പറ്റും നമുക്ക്. ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്ത് ഒരു സാരി വാങ്ങിച്ചു കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ പൈസ ആൾക്കാർക്ക് കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് കൊടുത്തു. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിലാണ് ചെയ്തത്. അതാ നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ ഉടമ്പടിയുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ എന്ന് അറിയാൻ നമുക്ക് പറ്റും. എങ്ങനെ അറിയാൻ പറ്റുമെന്നറിയാമോ? പരിശുദ്ധാത്മാവിലാണ് ചെയ്തതെങ്കിൽ പിന്നെയും ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പിരിറ്റ് ഉണ്ടാകും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് രോഗികൾ കൊണ്ടേ കൊടുത്ത് ഇനിയിപ്പോൾ 90 ദിവസം അതവരെ കൊടുത്താൽ മതിയല്ല. മനസ്സിലായില്ലേ? 90 ദിവസം ഉണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയും കൊണ്ടുപോയി രോഗികൾക്ക് ഭക്ഷണം കൊടുക്കണം. കുഴപ്പമില്ല, 90 ദിവസം വരെ കൊടുക്കാം, പട്ടണത്തിനും കൊടുക്കുക. അപ്പം നമ്മൾ ഈ ദിവസം എണ്ണി കൊടുക്കും. അത് പക്ഷേ അതിനൊന്നും കൗണ്ട് ഡൗൺ ആണ്. അതൊക്കെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് ഉടമ്പടി പ്രകാരമല്ല. അത് നിങ്ങളുടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള എന്തോ ഒരു തരം പ്രവർത്തനങ്ങളാണ്, മനുഷ്യപ്രവർത്തനങ്ങളാണ്. അത് പ്രേക്ഷിത പ്രവർത്തനങ്ങളല്ല. ഇത് പ്രേക്ഷിത പ്രവർത്തനവും മനുഷ്യപ്രവർത്തനവും തമ്മിൽ വ്യത്യാസം. പ്രേക്ഷിതം മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? വൺ ഹു ഈസ് സെൻറ്റ്, അല്ലേ? പ്രേക്ഷിതം അതായത് ഒരാളെ പറഞ്ഞു വിടുക. ഒരാൾ പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യണത്. അതിനാണ് പ്രേക്ഷിതം എന്ന് പറയണത്. സംസ്കൃത വാക്കാണ്. അതിനാണ് പ്രേക്ഷിത എന്നൊക്കെ പറയത്തില്ലേ. എന്നുവെച്ചാൽ സ്വയം ചെയ്യണതല്ല. ദൈവം എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ടേക്ക് ദ ബെഡ് അപ്പ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. യോഹന്നാൻ 20:21. പിതാവ് എന്നെ അയച്ചതുപോലെ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അതാണ് വിഷയം. ഞാനും അയക്കുന്നു. അടുത്ത വരി. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. അപ്പോൾ എപ്പോഴും പ്രേക്ഷിത പ്രവർത്തനത്തിന് അത് എൻസ്പിരിറ്റഡ് ആണ്. മനസ്സിലായില്ല? മറ്റൊരു സാധാരണ പ്രവർത്തനങ്ങൾക്ക് ഹ്യൂമൻ സ്പിരിറ്റഡ് ആണ്. ഇത് വ്യത്യാസം ഇതാണ്. പ്രേക്ഷിത പ്രവർത്തനം ഇപ്പം നമ്മൾക്ക് നമ്മുടെ IELTS പാസ്സാകാൻ വേണ്ടി നമ്മൾ പൊതിച്ചോറ് കെട്ടിക്കൊണ്ടുപോയി രോഗികൾക്ക് കൊടുക്കുന്നു, ഗുഡ് ബൈ, അവരും തിന്ന് നമുക്ക് സമാധാനം. എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറെ റിസൾട്ട് വന്നാന്ന് പറഞ്ഞ് കൈയടിച്ചെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഹ്യൂമൻ സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യണത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ, പിതാവ് യേശുവിന് ഏറ്റവും വലിയ പ്രേക്ഷിതനാരാണ്? ഈശോയാണ്. അപ്പ അയച്ചതാണ്. എൻ്റെ പിതാവിനെ അയച്ചതുപോലെ എന്ത് ചെയ്യണം? ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ യേശുക്രിസ്തുവാണ് നിങ്ങളെ ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോഴാണ് അത് പ്രേക്ഷിത പ്രവർത്തനം ആകണത്. യേശുക്രിസ്തുവാണ് നിങ്ങളെ, കർത്താവേ ഒരു 10 പത്രം കയ്യിലെടുത്ത് അല്ലെങ്കിൽ 10 പൊതിച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടാണല്ല രോഗികൾക്ക് വേണ്ടി പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൊണ്ടുപോകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആ സമയത്ത് തരും ദൈവം. അതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഗുണം. പരിശുദ്ധാത്മാവ് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ജിബിൻ്റെ സാക്ഷ്യം കണ്ടു. ജുബിൻ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ കക്ഷിയില്ലേ, അയാളുടെ ചെറുപ്പക്കാരനാണ്. അയാൾ ഉടമ്പടി എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? അയാൾക്ക് 4 സപ്ലൈ ഉണ്ടായത്, പിന്നെ അത് കൂടി 7 സപ്ലൈ ആയി. പിന്നെ എന്ത് ചെയ്ത്? അടുത്ത എഴുത്തിന് 7 സപ്ലൈ ആൾ ജയിച്ചു. അതാണ് വിഷയം. അപ്പോൾ പക്ഷേ അയാൾ ചെയ്യണ കാര്യം എന്താണെന്നറിയാമോ? അയാൾ അതായത്
വേറെ ബ്ലോസം എന്ന് പറഞ്ഞൊരാളെ കണ്ടുമുട്ടി ആശുപത്രി ചെന്നപ്പോൾ. ബ്ലസ്സൻ, ഈ ജൂബിൻ ബ്ലസ്സൻ എന്ന് പറഞ്ഞൊരാളെ ആശുപത്രിയിൽ കണ്ടുമുട്ടി. ബ്ലസ്സൻ എന്താ? ബ്ലസ്സന് ക്യാൻസറാണ്. അപ്പോൾ ബ്ലസ്സനെ ചികിത്സിച്ച് അവന് അയാളുടെ കയ്യിലുള്ളതൊക്കെ കൊടുത്ത് അവന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ബ്ലസ്സിന് തോന്നി ഇവനിപ്പോൾ പാവപ്പെട്ടവനാണ്, ഇവൻ്റെ അമ്മ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടുകൂടെ നോക്കിക്കൊണ്ട് നിൽക്കണം, അവർ പോയി കുളിക്കുകയോ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവനെ നോക്കാൻ ആരുമില്ല. അപ്പോൾ ജൂബിൻ പറഞ്ഞു, ബ്ലസ്സിൻ്റെ അമ്മയല്ലേ, അമ്മ വീട്ടിൽ പോയി കുളിക്കാൻ നിനക്കൊക്കെ ചെയ്തിട്ട് വാ, ഞാനിവിടെ ഇവനെ നോക്കിക്കൊണ്ട് നിന്നോളാം. കാരണം കളി വേണ്ട, അത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാണ്. കളി മറന്ന കണ്ടില്ലേ? അങ്ങനെ നിന്ന് എത്ര ദിവസം എന്നറിയാവോ? അവൻ പറഞ്ഞു അവർ പാവപ്പെട്ടത് കൊണ്ട് അവർക്ക് ഒരു നേരം ആഹാരം കിട്ടണമെങ്കിൽ പണിയെടുക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, അമ്മയെ പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് ഞാൻ 1 മാസം അവൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം. പീഡിയ, ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം. അപ്പോൾ അവൻ മരിക്കാനായപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ജൂബിനെ കാണണമെന്ന് പറഞ്ഞു. പിന്നെ ജൂബിൻ പോയി കണ്ടു. ജൂബിൻ്റെ കൂടെ കൈവച്ച് അവൻ മരിച്ചു. അപ്പോൾ ഒരു മനുഷ്യന്മാരെങ്ങനെ ജീവിക്കണമെന്ന് നോക്കിയേ. അവസാന നിമിഷമാണ് അവനെ ശുശ്രൂഷിക്കാൻ കിട്ടിയെങ്കിലും ആ ജീവിതകാലം മുഴുവൻ ഇതിൽ നിന്ന് വരുമാനം കിട്ടി. ജൂബിനെ ഈ ബ്ലസ്സിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ കർത്താവ് അവൻ്റെ മരണം വരെ ഇതിൽ നിന്ന് അവന് വരുമാനം വന്നുകൊണ്ടിരിക്കും, കൃപയുടെ വരുമാനം വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും ജൂബിനെ ദൈവം മറക്കത്തില്ല. അതുപോലെ നിങ്ങളെയും ദൈവം ഒരിക്കലും മറക്കാനാവാ ദൈവത്തിന് എന്ന് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രേക്ഷിതയായി നിങ്ങൾ ഉയർത്താനും വളർത്താനും വേണ്ടി ഇടിമുഴക്കം പരിശോധിക്കട്ടെ. തിരഞ്ഞെടുത്തയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നിന്റെ കൈയും കാലുമായി പ്രവർത്തിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ അനുദിനവും കൃപയാലേ അനുദിനവും